ACL സർജറി കഴിഞ്ഞ് 6 ആഴ്ചയ്ക്ക് ശേഷം മൂവ്മെൻറ്റ് കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ. റീസൺ നമ്പർ 1, ഏർലി ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെയാണ്. റീഹാബിലിറ്റേഷൻ വളരെ നേരത്തെ തുടങ്ങാതെ മുട്ട് ബെൽറ്റ് ഇട്ട് കുറേ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ലാക്ക് ഓഫ് ഏർലി ഇൻ്റർവെൻഷൻ ഇൻ ഫിസിയോതെറാപ്പി, അതാണ് ഏറ്റവും കോമൺ കാരണം. റീസൺ നമ്പർ 2, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്റ്റ് ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ വളരെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്റ്റ് ആണ്, ഓവർ ടൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നീ എക്സ്റ്റൻഷൻ, മുട്ട് നിവർന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ചില പേഷ്യൻസിൽ മുട്ട് മടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഗ്രാഫ്റ്റിൻ്റെ പൊസിഷൻ അബ്നോർമൽ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നിങ്ങൾക്ക് നീ സ്റ്റിഫ്നെസ് വരാം. റീസൺ നമ്പർ 3, ഗ്രാഫ്റ്റ് ഇട്ടിരിക്കുന്ന ടണലിൻ്റെ പൊസിഷൻ തെറ്റാണെങ്കിൽ, വളരെ വെർട്ടിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ ടിബിയയുടെ ടണൽ വളരെ മുന്നിലോ, ടണൽ റിലേറ്റഡ് പ്രോബ്ലംസ് കൊണ്ട് നീ സ്റ്റിഫ്നെസ് വരാം. റീസൺ നമ്പർ 4, ഗ്രാഫ്റ്റ് വെച്ചതിന് ശേഷം ഗ്രാഫ്റ്റിൻ്റെ മുൻഭാഗത്ത് ഒരുപാട് സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് സ്കാർ ടിഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് പേര് സൈക്ലോപ്സ് ലീഷൻ എന്ന് പറയും. ഒരു ഗോളം പോലെ ഒരു സാധനം ഉണ്ടാവും, അതാണ് സൈക്ലോപ്സ് ലീഷൻ. അപ്പോൾ ഇതൊരു കാരണമാണ്. റീസൺ നമ്പർ 5, അസോസിയേറ്റഡ് ഇഞ്ചറീസ്, അതായത് ഒരു മെനിസ്കൽ ടയറോ അല്ലെങ്കിൽ വേറെ ഒരു കൊളാറ്ററൽ ലിഗമെൻറ്റോ, MCL, LCL അതുപോലത്തെ വേറെ ലിഗമെൻറ്റ് ഇഞ്ചറീസും അസോസിയേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിലോ നീ സ്റ്റിഫ്നെസ് വരാം. പിന്നെ വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചില ആൾക്കാർക്ക് നീ എഫ്യൂഷൻ അല്ലെങ്കിൽ സൈനോവൈറ്റിസ് വരും. ഓപ്പറേഷന് ശേഷം മുട്ട ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള നീര്, കുറച്ച് നീര് നോർമലാണ്. വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു നീരുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വാഡ്രിസെപ്സ് ഇൻഹിബിഷൻ, നിങ്ങളുടെ മസിൽസ് ഭയങ്കര വീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്.